പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ വീണ്ടും ദൈവം നമുക്കൊരുക്കി തന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി ഒരു ഭാഗം വേദവാക്യം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കർത്താവിനെ നമ്മിലൂടെ വെളിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. മറ്റുള്ളവർക്ക് യേശുവിനെ വെളിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ശുശ്രൂഷയുടെ ഉദ്ദേശം. ഇവയാണ് നമ്മുടെ വിളിയുടെ പ്രധാന ഉദ്ദേശം. വിത്ത് വിതയ്ക്കുവാൻ പോയവനെ പോലെയാണ് നാം. ആ വിത്ത് ഒരർത്ഥത്തിൽ ക്രിസ്തുവാണ്. നാം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ വിതയ്ക്കുന്നു. ഒരു വ്യക്തിയെ ക്രിസ്തുവിനെ പോലെ ആകുവാൻ സഹായിച്ചാൽ അവൻ മറ്റൊരു വ്യക്തിയെയും ആ വ്യക്തി മറ്റൊരുവനെയും സഹായിക്കും. അങ്ങനെ ക്രിസ്തുവിനെ പോലെ ആയവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരും. നിന്റെ സ്വഭാവത്തിലൂടെ നീ യേശുവിനെ വെളിപ്പെടുത്തുന്നുവോ? കന്യക ഗർഭിണിയാകും. കന്യകയുടെ മനസ്സിൽ മാത്രമേ ക്രിസ്തു ജനിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ ഉരുവാകണമെങ്കിൽ നമുക്ക് ശുദ്ധമായ മനസ്സ് ആവശ്യമാണ്. പൂർണ്ണ വിശുദ്ധിക്ക് വേണ്ടിയുള്ള വാഞ്ചയും ദാഹവും നമുക്കുണ്ടാകണം. സാറ വളരെ വയസ്സുള്ളവളായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. തനിക്കൊരു ശിശു ജനിക്കുന്നത് അസാധ്യമാണെന്ന് അവൾ ചിന്തിച്ചു. നാമും ചിലപ്പോൾ സാറയെ പോലെ ആയിരിക്കും. ക്രിസ്തുവിനെ നമ്മിലൂടെ വെളിപ്പെടുത്തുവാനാവാത്ത വിധം അനേക തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. എൻ്റെ ജീവിതത്തിൽ അനേകം തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും പല തെറ്റുകളും ഉണ്ടാകുന്നു. എൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവം പോലെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നാം പറയും. ഇല്ല, നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം നിന്നിൽ ഉരുവാകുന്നത് അസാധ്യമായ കാര്യമല്ല. ആഴമേറിയ വിശുദ്ധിക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ചിന്തയിൽ പോലും ക്രിസ്തുവിനെ ഉരുവാക്കുന്ന പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്യുമെന്നോർക്കുക. അതുകൊണ്ട് നമുക്കറിയാം, കന്യകയുടെ മനസ്സാണ് നമുക്ക് ആവശ്യം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി വീണ്ടും നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് അവിടുന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അങ്ങിനെ ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങൾക്ക് എപ്പോഴും കൃപ തരണമേ. അവിടുത്തെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ വഴിയിൽ നടപ്പാൻ ഞങ്ങളെ അവിടുന്ന് അഭ്യസിപ്പിക്കണമേ. അവിടുത്തെ നാമം സകലത്തിനും മഹത്വം എടുക്കണമേ. ഈ പകൽക്കാലം അവിടുന്ന് തരുന്ന സമയങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. കൃപയിൽ ഞങ്ങളെ നടത്തണമേ. കൃപയുടെ കരങ്ങളിൽ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ.